ഹമാസിൻ്റെ അപ്രതീക്ഷിത തിരിച്ചടിയിൽ ഇസ്രായേലിൻ്റെ മൊർക്കേവ ടാങ്കുകൾ പൊട്ടിത്തെറിച്ചു. അൽ ഖസാം ബ്രിഗേഡിൻ്റെ ഒളിയാക്രമണം ഇസ്രായേൽ സൈന്യത്തെ വിറപ്പിച്ചിരിക്കുകയാണ്. ഈ ആക്രമണത്തിൻ്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നു. നിരപരാധികളായ ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന് നേരെ ഹമാസിൻ്റെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സ് കൃത്യമായി ആസൂത്രണം ചെയ്ത ആക്രമണമാണ് നടത്തിയത്. വടക്കൻ ഗസയിലെ ജബലിയ പ്രദേശത്ത് ഇസ്രായേലിൻ്റെ അത്യാധുനിക മൊർക്കേവ ടാങ്കുകളെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ഒളിയാക്രമണം. മോസസ് സ്റ്റാഫ് എന്ന പരമ്പരയുടെ ഭാഗമായി മെച്ചപ്പെട്ട സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണം ഇസ്രായേലിൻ്റെ കവചിത വാഹന നിരകളെ ഛിന്നഭിന്നമാക്കി. ഹമാസ് പോരാളികൾ മുൻകൂട്ടി സ്ഥാപിച്ച സ്ഫോടക വസ്തുക്കളും ഒളിഞ്ഞിരുന്ന് തൊടുത്തുവിട്ട ഷെല്ലുകളും ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടത്തിയത്. ഇസ്രായേലിൻ്റെ ഡിഗോൺ ചാരിയേറ്റ്സ് 2 എന്ന സൈനിക വാഹനത്തിന് നേരെ നടന്ന ഈ നേരിട്ടുള്ള പ്രതികരണം അവരുടെ അത്യാധുനിക സൈനിക സംവിധാനങ്ങളെ തകർത്തെറിഞ്ഞു. ദൃശ്യങ്ങളിൽ മൊർക്കേവ ടാങ്കുകൾ പൊട്ടിത്തെറിക്കുന്നത് വ്യക്തമായി കാണാം. ഈ തിരിച്ചടിയിൽ ഗസ നഗരത്തിന് വടക്കുള്ള ഷെയ്ഖ് റവ്ദാൻ പ്രദേശത്ത് ഒരു ഇസ്രായേൽ സൈനികന് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 401 ബ്രിഗേഡിലെ ഒരു സൈനികനെ ഫലസ്തീൻ പ്രതിരോധ സ്നൈപ്പർ വെടിവെച്ചും പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റ സൈനികരെ സൈനിക ഹെലികോപ്റ്ററുകൾ വഴി ബെയ്ലിൻസൺ, ടെൽ ഹഷാമർ ആശുപത്രികളിലേക്കും മാറ്റി. 2023 ഒക്ടോബർ 7 മുതൽ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വംശഹത്യ യുദ്ധം 65,000-ലധികം മനുഷ്യരുടെ ജീവൻ അപഹരിച്ചു. 1,65,000-ലധികം പേർക്ക് പരിക്കേറ്റു. ജനസംഖ്യയുടെ ബഹുഭൂരിപക്ഷവും പലായനം ചെയ്യപ്പെട്ടു. ഗസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി തകർന്നു. ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ നൂറുകണക്കിന് ആളുകൾ മരിച്ചു. അവരിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. അന്താരാഷ്ട്ര തലത്തിൽ വൻതോതിൽ അപലപനങ്ങൾ ഉയർന്നിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ ആക്രമണങ്ങൾ തുടരുകയാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോഴും ഗസയിലെ ജനങ്ങൾ ദുരിതത്തിൽ കഴിയുകയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.